പക്ഷേ നവീൻ ബാബുവിൻ്റെ കേസ് അതുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ അടക്കം ഈ കുടുംബങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹർജി കൊടുത്തിട്ടുണ്ട്. അത് വിശദമായ വാദം കേട്ടതിന് ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഹൈക്കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ കേസ് CBIക്ക് വിടണമെന്ന് പറയുന്നു, CBI അത് ഏറ്റെടുക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് CBIക്ക് വിടേണ്ട ആവശ്യമുണ്ടോ? അത് ഏത് തരത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് CBIക്ക് വിടണമെന്ന് പറയുന്നത്? അത് നിങ്ങൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നുള്ള നിലയിലുള്ള ചില കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട്. അതൊരു ആശങ്കയായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം മുമ്പൊക്കെ നടന്ന ചില കേസുകൾ, ഇപ്പം എറണാകുളത്തൊക്കെ നടന്ന ചില മർഡർ കേസുകളിലടക്കം ചില തെളിവുകൾ, അതായത് ചില പാടുകൾ ഈ മരണപ്പെട്ട കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു, ശരീരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ ബലമായി ഈ കുട്ടി ഉപദ്രവിച്ച ചില സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കോടതിയിൽ പോയിട്ട് കോടതി അത് പക്ഷേ മുഖവിലയ്ക്ക് എടുത്തില്ല. കോടതി പറഞ്ഞു അത് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കട്ടെ, ഒന്നും കൂടി ക്രൈംബ്രാഞ്ച് കുറച്ച് കാര്യങ്ങൾ കൂടി തെളിവൊക്കെ ശേഖരിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് കോടതി നിലപാടെടുത്തത്. ഇതും അതുപോലെ തന്നെ ഒരു CBI വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു പലതരത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ തന്നെ ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ ചില കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഒരു ആത്മഹത്യയല്ല, ഇതൊരു ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ശാസ്ത്രീയമായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ കേസിൽ CBI വരേണ്ടതിൻ്റെ അനിവാര്യത എത്രത്തോളം? അല്ല, CBI വരേണ്ട അനിവാര്യത ഒരു കേസിന് സാധാരണ രീതിയിൽ വരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണങ്ങൾ ശരിയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സമയത്താണ്. ഈ കേസിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ വ്യാപകമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ നമ്മൾ ഈ CBI ഒരു കേസ് വിടണം എന്ന് പറഞ്ഞ് ഒരു പ്രദേശത്തെ ആളുകളൊക്കെ കൂടി ചേർന്ന് വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു കേസ് സംബന്ധമായിട്ടുള്ള ഊഹാപോഹങ്ങൾ, പലതരത്തിലുള്ള തെളിവുകൾ, പല സാധ്യതകൾ, ഇതൊക്കെ വളരെ കൂടുതൽ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ചിലതൊക്കെ ശരിയായ കാര്യങ്ങളായിരിക്കാം, ചിലതൊക്കെ ശരിയല്ലാത്തതുമായിരിക്കാം. ചർച്ചകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ ചർച്ചകളുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വീഴ്ത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള പല വാതിലുകളും തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കേസിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ആദ്യം ഇത് ആത്മഹത്യയാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു പൊതുസമൂഹം, കുടുംബവും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ആ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് കാരണമായ ചർച്ച അല്ലെങ്കിൽ പ്രസംഗം, അതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള PP ദിവ്യ, ഇവരെല്ലാം പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. പിന്നെ അവരുമായിട്ട് കൂട്ടുചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള പ്രശാന്ത് അടക്കമുള്ള ആളുകൾ, പാർട്ടി ബന്ധങ്ങൾ, ഇങ്ങനെ ഒക്കെ അത് വലിഞ്ഞു കയറി വികസിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ആത്മഹത്യയാണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീടാണ് അതിന് മാറ്റം വരുന്നത്. മാറ്റം വരുന്നതിന് പല കാരണങ്ങൾ ഉണ്ട്. ഒന്ന് ഇരിക്കൂർ എന്നുള്ള ഒരു സ്ത്രീ അതിൻ്റെ ദൃക്സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് അതെ കുറേ ആളുകൾ ഇങ്ങനെ ഇയാളെ പിടിച്ചുകൊണ്ട് പോകണം ഞാൻ കണ്ടു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അത് പുതിയ തെളിവാണ് ശരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ പുതിയ ഒരു തുറവിയാണ്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു വിഷയം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ മഞ്ജുഷയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ അവതരിപ്പിച്ച ചില കാര്യങ്ങൾ, ഒരു ബോഡി കൊലപാതകം നടത്തി താഴെ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ, തൂങ്ങി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ബ്ലഡ് എവിടേക്കാണ് ഒഴുകിയെത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവതരിപ്പിച്ച ചില വാദങ്ങളുണ്ട്. അതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതി ഇത് CBIക്ക് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നല്ല എല്ലാ ആളുകൾ ഉയർത്തുന്ന വാദങ്ങളെല്ലാം തന്നെ അവർക്ക് വ്യക്തമായിട്ടും സൂക്ഷ്മമായിട്ടും സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അത് സ്ഥാപിച്ചെടുക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ CBIക്ക് ഈ കേസ് പോവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം കോടതിക്കകത്ത് അനുകൂലമായിട്ടും എതിരായിട്ടും വരുന്നതായിട്ടുള്ള വാദങ്ങൾ തൂക്കി നോക്കി അതിൽ ഏതാണ് കൂടുതൽ ഉപോത്ബലകമായിട്ട് ഈ കേസിൽ വിധി പറയുന്നതിന് എടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടാണ് ജഡ്ജി എന്ത് ചെയ്യുന്നത്, അതിലൊരു ജഡ്ജ്മെൻ്റ് ഇറങ്ങും. ഇതിൽ പലപ്പോഴും ഇവരെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ
സോഷ്യൽ മീഡിയ, ഉം. പത്രങ്ങൾ, ഉം. ടെലിവിഷൻ, ഉം. ആൾക്കൂട്ടങ്ങൾ, ഉം. ഇതൊക്കെ ഇവരൊക്കെ സ്വാധീനിക്കുന്നില്ല എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഉം. കാരണം പല കേസുകളുടെയും വിധി പ്രസ്താവിക്കപ്പെടുന്നത് ഈ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഉം. അത് അവരുടെ ആത്മനിഷ്ഠമായിട്ടുള്ള ഭാവം. ഉം. എങ്കിലും ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിധി പറയാനായിട്ട് എടുത്തു വെക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് ഉള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. കാരണം നാളെ എതിരെ ഈ അവർ ജഡ്ജ്മെൻറ്റ് വെറുതെ അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. ജഡ്ജ്മെൻറ്റ് ഇറക്കുന്നതിന് അവർക്കൊരു ബേസ്മെൻറ്റ് വേണം. ആ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള ബേസ്മെൻറ്റ് തന്നെയായിരിക്കും. എങ്കിലേ അതിനെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ, യുക്തിഭദ്രമായിരിക്കും. അല്ലെങ്കിൽ അത് ഇപ്പോൾ ആദ്യത്തെ കോടതിയിൽ സ്ഥാപിക്കപ്പെട്ട ആ വിധി എന്ന് പറയുന്നത് മേൽക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഈ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പ്രൊഫഷണൽ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അയാളുടെ ഒരു പ്രൊഫഷണൽ എക്സലൻസി എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് എന്ന് മുകളിലുള്ളവർ തീരുമാനിച്ചാൽ ഇയാളുടെ കാര്യം കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജഡ്ജിയും ബോധമുള്ളൊരു ജഡ്ജിയും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പം അത് വളരെ കൃത്യമായിട്ട് അളന്ന് തൂക്കി അത് അവതരിപ്പിച്ചിട്ട് ജഡ്ജ്മെൻറ്റ് വെക്കാനായി ഇങ്ങനെയുള്ള പ്രമാദമായ കേസുകളിൽ സാധാരണ രീതിയിൽ ജഡ്ജസ് തയ്യാറാവും. പക്ഷേ അവിടെ എന്ത് സംഭവിക്കും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു സംശയം, അതായത് ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചോദിച്ച ഉയർത്തിയ ഒരു പ്രധാന സംശയമുണ്ട്. അതായത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തൊട്ടടുത്ത ജില്ലാ ആശുപത്രി അവിടെ ഉണ്ടായിരുന്നിട്ടും എത്രയോ ദൂരെയുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന പരാതിക്കാരനായ പ്രശാന്തനും അതുപോലെ തന്നെ പി ദിവ്യയുടെ ഭർത്താവും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു CPMൻ്റെ ഒരു സമാന്തര സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ പോലും CPMൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജായിട്ടുള്ള പരിയാരത്ത് വെച്ച് ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം നടത്തിയത് തന്നെ ഇത് അട്ടിമറിക്കാനാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവർ പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയമുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇതൊരു വെറുതെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കിയതാണോ എന്ന സംശയമുണ്ട്. കാരണം ഈ ബ്രെയിൻ തുറന്നുള്ള പരിശോധന നടന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ചെവിയുടെ പുറകിലുള്ള 2 എല്ലുണ്ടല്ലോ, ആ എല്ല് നേർരേഖയിൽ കീറിയിട്ട് അവിടെ നിന്ന് ഇത് പൊന്തിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രെയിൻ എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് കൃത്യമായി അനലൈസ് ചെയ്ത് തിരിച്ചു വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കെട്ടും, ഇത് കാണാതിരിക്കാൻ വേണ്ടി കെട്ടും. പക്ഷേ ഈ മൃതദേഹം അവസാനമായി കുളിപ്പിച്ച അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എടുത്ത സമയത്ത് അത്തരത്തിലുള്ള ഒരു പാടൊന്നും തന്നെ ശരീരത്തിൽ കണ്ടിട്ടില്ല. ഇത് അങ്ങനെയാണെങ്കിൽ അത് കാണേണ്ടതല്ലേ എന്ന തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ഇവർ കോടതി ഉയർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഗുരുതരമായ എന്തൊക്കെയോ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങളാണ്. അല്ല, ജില്ലാ കോടതിയുടെ കാര്യം, ജില്ലാ ആശുപത്രിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടങ്ങളെല്ലാം നടത്തുന്നത് ഫോറൻസിക് സർജൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചിലപ്പോൾ അദ്ദേഹം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പല കേസുകളിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ജില്ലാ ആശുപത്രിക്ക് പകരമായിട്ട് മെഡിക്കൽ കോളേജ് തന്നെയാണ് നിർദ്ദേശിക്കപ്പെടാറുള്ളത്. അതിൻ്റെ കാരണം എന്താണ് നമ്മൾ അന്വേഷിക്കാറ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരവ് ഇതാണ്: അവിടെ ഫോറൻസിക് സർജൻ ഉള്ളൂ, അദ്ദേഹമാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് അവിടെ തന്നെ കൊണ്ടുപോകണം. നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ തന്നെ അത് നിർവഹിക്കാനായിട്ട് പല കേസുകളിലും ഇടപെട്ടുള്ളതാണ്. പക്ഷെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്ന് പറയും. നമ്മളത് മനസ്സിലാക്കുകയും അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യും. ഇതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിന് ഇതായിരിക്കും മിക്കവാറും റീസണായിട്ട് വരാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രശാന്ത്, അതേപോലെ തന്നെ പാർട്ടി, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ആളുകൾക്ക് സംശയം കൂടുതലുണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചർച്ചകൾ അങ്ങനെയൊക്കെ പോകുന്നത്. പക്ഷേ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ, ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അതിനൊക്കെ വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഊഹാപോഹങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ വെറുതെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല പോസ്റ്റ്മോർട്ടങ്ങളും വെറുതെ അങ്ങനെ നടത്താൻ പറ്റും എന്നുകൂടി അതിൻ്റെ ഒരു അർത്ഥമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും അതേപോലെ തന്നെ പോലീസ് സംവിധാനത്തിനും ഒന്നും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല ശരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് അതിൽ പോകാവുന്ന ഏതറ്റം വരെ പോകുന്ന അന്വേഷണത്തിലേക്ക് അത് കൊണ്ടുപോവുകയും അന്വേഷണം നടത്തുകയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യുക. കാരണം ജനങ്ങൾ ഒരിക്കലും സംശയത്തിൻ്റെ നിഴലിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയണം. കാരണം ഇത് ഇത്രമാത്രം
പ്രമാദമായി മാറിയ ഒരു കേസ് എന്ന നിലയ്ക്ക് ഉം. ആ കേസ് വളരെ ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച് പരിശോധിച്ച് എന്താണ് സത്യം എന്ന് സമൂഹം അറിയേണ്ടത് ആവശ്യമുണ്ട്. അതിന് നല്ലത് CBI ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CBI അന്വേഷണം നടക്കുന്നതാണ് നല്ലത്. അപ്പോൾ കോടതി അത് ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ മഞ്ജുഷയുടെ അഡ്വക്കേറ്റിന് കഴിയണം. കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു CBI വരാം, അല്ലെങ്കിൽ CBI വരില്ല എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതാണ്. എന്തായാലും ഇത്രയും പ്രമാദമായ ഒരു കേസാണ്. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.